എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. ഇസ്ലാം വിമർശനം കേരളത്തിൽ വളരെ ശക്തമാണ്. അതിനുണ്ടായ പ്രധാനപ്പെട്ട കാരണം സ്നേഹസംവാദം എന്ന പേരിൽ MM അക്ബറും കൂട്ടരും നടത്തിയ ഒരു ക്രൈസ്തവ വിരോധ ഘോഷയാത്രയാണ്. അവരൊരിക്കലും വിചാരിച്ചില്ല ഇമാതിരി ഒരു കടുത്ത പ്രഹരം അവർ കേൾക്കേണ്ടി വരുമെന്ന്. അങ്ങനെ സ്നേഹസംവാദം എന്ന ഒരു ഓമന പേരിട്ട് ക്രൈസ്തവരെ ഉപദ്രവിക്കുന്ന, അവരുടെ ഗ്രന്ഥങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള, യേശുക്രിസ്തുവിനെ ഇകഴ്ത്തിക്കെട്ടുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിക മത വ്യാപനത്തിനുള്ളൊരു ശ്രമം അവർ നടത്തി. അത് അവർക്ക് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന, പൊതുവിലിറങ്ങി ഒരു ഇസ്ലാമിനും ഞങ്ങളുടേതാണ് ശരിയെന്നോ ഖുറാനാണ് ശരിയെന്നോ മുഹമ്മദാണ് നല്ല മനുഷ്യനെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥ. വാ തുറക്കുന്നതിന് മുമ്പേ വായിലടി കിട്ടുന്ന ഒരു നിലയിൽ കേരളത്തിലെ ജനം ആ വിഷയത്തിൽ പ്രബുദ്ധരായി മാറി. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കച്ചവടവും നടക്കാത്തൊരവസ്ഥ വന്നു. തൽഫലമായി അനേകർ ഇസ്ലാം മതം വിട്ടുപോവുകയും അതിനകത്തെ അധാർമികപരമായ കാര്യങ്ങളെക്കുറിച്ച് ജനം പഠിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. അധാർമികം, അശാസ്ത്രീയം, സമൂഹത്തിന് നിരക്കാത്തത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അവകളൊക്കെ പൊതുജനം ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഇസ്ലാമിൽ നിന്നൊരു വലിയ കൂട്ടം ജനം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അവരെല്ലാവരും ക്രൈസ്തവരായി മാറിയെന്നൊന്നും ഞാൻ പറയില്ല. നല്ലൊരു വിഭാഗം നിരീശ്വരവാദികളായിട്ട് മാറി. കാരണം അതിനകത്ത് അനുഭവിച്ചു കൊണ്ടിരുന്ന തിക്താനുഭവങ്ങൾ മതമെന്നതേ വേണ്ട എന്നൊരു നിലപാടിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടി എന്ന് പറഞ്ഞ പോലെ എല്ലാ മതങ്ങളും ഇമാതിരി ദുരിതം പിടിച്ചതാണെന്ന് ജനം ഭയന്നിട്ട് അതിനകത്ത് നിന്ന് പുറത്തിറങ്ങി ശ്വാസമെടുക്കാൻ തുടങ്ങിയവർ മതമില്ലാത്ത വിശാലതയിലേക്ക് ഇറങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചതിൽ തെറ്റൊന്നും പറയാനില്ല. അങ്ങനെ പോയതിൽ നല്ലൊരു വിഭാഗവും തിരിഞ്ഞു നിന്ന് ഈ മതത്തെ ഉപദ്രവിക്കുന്നതും നമ്മൾ ഇന്ന് കാണുന്നു. അതാണ് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സമൂഹം തന്നെ. ഇങ്ങനെ വ്യത്യസ്ത മേഖലയിൽ നിന്ന് ഇസ്ലാമിന് ഒരു വല്ലാത്ത നിലയിൽ, എന്ന് പറഞ്ഞാൽ ആരിഫിന്റെ ഭാഷയിൽ പേപ്പട്ടി മതം എന്നാണ് പുള്ളി പറയുന്നത്. വാസ്തവത്തിൽ പേ പിടിച്ചൊരു നായയെ കണ്ടാൽ എങ്ങനെയാണ് ആൾക്കാർ കൈകാര്യം ചെയ്യുന്നത്, ആ തരത്തിൽ ആൾക്കാർ ഈ മതത്തെയും അതിന്റെ പഠിപ്പിക്കലുകളെയും കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നൊരു ഘട്ടത്തിൽ ഇവർക്ക് കയറി നിൽക്കാൻ ചില തുരുത്തുകൾ ആവശ്യമായി വന്നു. അങ്ങനെ ഇവരെ ഉപദ്രവിക്കുന്നവർക്കെതിരെ ഇവർ പ്രതികരിക്കാൻ ഇവർ കണ്ടെത്താൻ ശ്രമിക്കുന്ന ചില തുരുത്തുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഉസ്താദിന്റെ പ്രസംഗം ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം, ഞങ്ങൾ ഇസ്ലാമികൾ മാത്രമല്ല ഇങ്ങനെ പറയുന്നത്, ബൈബിളിനകത്തും ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ മൂപ്പര് സ്ത്രീ വിദ്വേഷപരമായ കാര്യങ്ങൾ, സ്ത്രീ വിരോധപരമായ കാര്യങ്ങൾ, ഇസ്ലാമിലുള്ളവയെ അവർക്ക് ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി അവർ ബൈബിളിലെ ചില വാക്യങ്ങൾ എടുത്ത് ഒരു വൈറ്റ് വാഷ് ശ്രമം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതെനിക്ക് ഒന്ന് എന്റെ കേൾവിക്കാരുമായി സംസാരിക്കുവാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഒന്ന് സംസാരിക്കുവാൻ മുതിരുന്നത്. ദയവായി ഒന്ന് കേട്ടാലും. ആദ്യം നമുക്ക് ആ ഉസ്താദിന്റെ സംസാരം ഒന്ന് കേൾക്കാം. ഇതൊക്കെ ഇസ്ലാം ഇത്രത്തോളം ഈ പെണ്ണുങ്ങളെ കെട്ട് അടിച്ചമർത്തിയിട്ട് എന്ത് സ്വാതന്ത്ര്യം പിന്നെ ഒരു പെണ്ണിനുള്ളത്? ഒരു നല്ല പെർഫ്യൂം അടിച്ചൂടാ, തലപൊടി കാണിച്ചൂടാ, അതുപോലെ തന്നെ ഇഷ്ടം പോലെ പാന്റോ ഷർട്ടോ ടീഷർട്ടോ ഒക്കെ ഇട്ട് ധരിക്കണിനിപ്പോ എന്താപ്പോ അങ്ങനെയൊക്കെ ചെയ്തൂടെ? ഈ പെർഫ്യൂം അടിച്ചൂടാ എന്നൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊരു ഉസ്താദ് തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. നല്ല മണക്കുന്ന പെർഫ്യൂം അടിച്ചുകൊണ്ടൊരു പെൺകുട്ടി ജനത്തിന്റെ ഇടയിലൂടെ പോയാൽ അവൾ വ്യഭിചാരിണിയാണ് എന്ന് ഈ വിദ്വാന്മാരുടെ കൂട്ടത്തിലുള്ളവർക്കും തന്നെ പറയുന്നത് കേട്ടു. നമ്മളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയത്തുമില്ല. മനസ്സിലായോ? അതൊക്കെ ഇവരുടെ തന്നെ വ്യാഖ്യാനങ്ങളാണ്. ഇവരുടെ സ്ത്രീകളെ മറ്റാരും കാണാതിരിക്കാനും, അവരിച്ചിരി വൃത്തിക്ക് നടക്കുന്നത് അല്ലെങ്കിൽ മണക്കുന്ന എന്തെങ്കിലും സ്പ്രേ അടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിലേക്ക് നടന്നാൽ ഉണ്ടാകുന്ന ഇവരുടെ വൈക്ലഭ്യമാണ് ഇവർ ഈ നാട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇവരാണ് അതിനെ ഉപദേശമാക്കിയൊക്കെ പ്രസ്താവിക്കുന്നത്. ഇവകൾക്കൊന്നും ക്രൈസ്തവരാരും തന്നെ പറഞ്ഞിട്ടില്ല, ക്രൈസ്തവരങ്ങനെ പറയുകയുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ കുറച്ച് കാര്യങ്ങളെ കൂടി ഇതിനകത്തുകൂടി പുള്ളി മാസ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇന്നൊന്ന് കേട്ടോളൂ. തന്നെയല്ലേ സ്വാതന്ത്ര്യം?
എന്നൊക്കെ പറയുന്നോനാരാ? പറയുന്നോൻ ഇസ്ലാമിന്റെ വിമർശകരായ ആളുകളുടെ കുപ്പായം ധരിച്ചിട്ട് ഇട്ടിരിക്കുന്ന ചില ആളുകളാണ്. അവരുടെ ഗ്രന്ഥങ്ങൾ പറയണ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ. ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നതാണ് അത്രേ അവർ പ്രസംഗിക്കുന്നത്. അവയെ വിമർശിക്കുന്നവർ പറയുന്നവരുടെ ഗ്രന്ഥങ്ങളിൽ എന്താണുള്ളത് ഒന്നൊന്ന് കാണാം. ബൈബിളിനെയാണ് ഇവർ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. ഈ സ്ത്രീകളുടെ വേഷത്തിന്റെ കാര്യത്തിൽ, സ്ത്രീ തല തുറന്നിടുന്ന വിഷയത്തിൽ, സ്ത്രീ പുരുഷ വേഷം ധരിക്കുന്നതൊക്കെ വിഷയത്തിൽ എന്താ ഈ ബൈബിൾ പറയുന്നത്? ഇത് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ മുഹമ്മദിന്റെ പുസ്തകം. മുത്തു റസൂലിനെ അവർ പറയുന്നതാ മുഹമ്മദിന്റെ പുസ്തകത്തിന്റെ തകരാറാണ്. പെണ്ണിനെ വരിഞ്ഞു മുറുക്കുന്നു. എന്നാ അപ്പുറത്തുള്ള പുസ്തകം ഒന്ന് കേട്ടോളി. എന്താണ് അവർ പറയുന്നത്? ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ കാലഘട്ടത്തിൽ ഇന്നത് നമ്മൾക്ക് വായിക്കാതെ നിവൃത്തിയില്ല. നിങ്ങളെല്ലാവരും ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ്. പഠിച്ചിരിക്കണം. സോഷ്യൽ മീഡിയയില് ഇത്തരത്തിൽ ആരെങ്കിലും കൊഞ്ഞനം കുത്തുമ്പോ അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം. അതിനാണ് ഞാനത് പറയുന്നത്. ഇത് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. കേട്ടോളൂ. മത്തായിയുടെ സുവിശേഷം 5:27 മുതൽക്കുള്ള വരികളെ വായിക്കുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഭോഗേച്ഛയോടുകൂടി ഒരു സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ ആ സ്ത്രീയുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഉണ്ടോ? സ്വാതന്ത്ര്യം ആയിരിക്കപ്പല്ലാത്തത്. ഒരു പെണ്ണിനെ അങ്ങനെ നോക്കാൻ പാടില്ല. പെണ്ണിനെ നോക്കിയാൽ തന്നെ അവൻ ഹൃദയത്തിൽ എന്ത് ചെയ്ത് കഴിഞ്ഞപ്പോ ആ പെണ്ണിനായിട്ട് വ്യഭിചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇയാൾ എന്താണ് ഈ പറയാൻ ശ്രമിക്കുന്നത്? ബൈബിളിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്നതിന് തെളിവ് മൂപ്പരെടുത്ത് പറയുന്നതാണ്. ഇയാൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ ഇല്ലാത്തതായി അഭിനയിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. സ്ത്രീയുടെ സ്വാതന്ത്ര്യവും ഈ പറഞ്ഞ വാക്യവുമായി എന്താണ് ബന്ധമുള്ളത്? ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരുടെ പാപത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരം ചെയ്യാൻ പാടില്ല. ഞാനോ നിങ്ങളോട് പറയുന്നത് വ്യഭിചാരം എന്ന പ്രോസസ് ചെയ്തേ തീരൂ എന്ന് നിർബന്ധമില്ല എന്നും, ഭോഗിക്കേണ്ടതിന് സ്ത്രീയെ ആ ചിന്തയോടുകൂടി നോക്കിയാൽ അവളുമായി വ്യഭിചാരം ചെയ്തു പോയി. അത് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന ന്യായപ്രമാണത്തിൽ അല്പം കൂടി റിവൈസ് ചെയ്ത് പുതിയ നിയമത്തിൽ അതിന് കൊടുത്തിരിക്കുന്ന മാനമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് സ്ത്രീയെ ചാക്കിട്ട് മൂടണമെന്നല്ല ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഒരു അർത്ഥമേ അവിടെ പറയുന്നില്ല. നോക്കുന്നവൻ സൂക്ഷിക്കണമെന്നാ പറഞ്ഞത്. സ്ത്രീയെ ചാക്ക് കെട്ടി വിട്ടോളൂ അല്ലെങ്കിൽ നോക്കുന്നവന് കേടാണ് എന്നൊരർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞത്. നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണം. നിന്റെ കണ്ണതിന് ഇടർച്ച വരുത്തുന്നെങ്കിൽ നീ സ്ത്രീയെ ചാക്കിൽ കെട്ടാനല്ല പറഞ്ഞത്. നീ നിന്റെ കണ്ണിനെ ചൂഴ്ന്നു കളയണം. എന്താ ഇത് ചെയ്യാൻ ആംബിയറുള്ള ഒരു ഇസ്ലാം ഉണ്ടോ? ഇവിടെ ഇപ്പൊ ഹുസൈൻ സലഫി പറയുന്നുണ്ടല്ലോ. ഹുസൈൻ സലഫിക്ക് അതിനുള്ള ചങ്കൂറ്റമുണ്ടോ? താങ്കളുടെ കണ്ണിന് നിയന്ത്രണമില്ലാത്തത് കൊണ്ട് നാട്ടിൽ കണ്ട എല്ലാ സ്ത്രീകളും മൊത്തം കൊടത്തുണി ചുറ്റി നടക്കണം എന്ന് പറഞ്ഞതല്ല ബൈബിൾ. ബൈബിൾ പറഞ്ഞത് താങ്കൾക്കതിനുള്ള ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ, ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലെങ്കിൽ കണ്ണിനെ ചൂഴ്ന്നു കളയാനാ പറഞ്ഞത്. ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടാവണം. ഏകന്റെ ലംഘനത്താൽ മാനവകുലത്തിനുണ്ടായ പാപവും പാപപ്രവണതയും മാറ്റി അവനെ ശുദ്ധനാക്കി മാറ്റാൻ കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തം കാൽവരി ക്രൂശിൽ ചീന്തിയിരിക്കുന്നു സലഭി. അതുവഴി ആൾക്കാർക്ക് നിത്യജീവനെ നൽകിയിരിക്കുന്നു. ഇന്ദ്രിയ നിയന്ത്രണം എക്സ്ട്രാ വേണമെന്ന് ആവശ്യമുള്ളവന് പരിശുദ്ധാത്മാവിനെ അവന്റെ കൂട്ടായി നൽകിയിരിക്കുന്നു. ഇനിയും അവൻ അഡീഷനായി തിരുവെഴുത്തുകളെ നൽകിയിരിക്കുന്നു. ഇവകൾ വന്നിട്ടും ഒരുത്തനും നിയന്ത്രണം വരുന്നില്ലെങ്കിൽ പിന്നെ അവന് കണ്ണിരിക്കുന്നത് അവന് കേട് തന്നെ വരുത്തും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അല്ലാതെ പുരുഷന്റെ കണ്ണ് കൺട്രോൾ ഇല്ലാത്തതാണ്, മറ്റെല്ലാവരും കൊടത്തുണി മൂടി ഓടിക്കോളിയും എന്ന് പറയുന്നത് അല്ല ഇവിടുത്തെ ന്യായം. അത് ഇയാളുടെ പ്രവാചകൻ പറഞ്ഞതാ. മൂപ്പർക്ക് ആരെ കണ്ടാലും ഇങ്ങനെ ഒരു വയറിളകൽ ഉണ്ടായിരുന്നു. അയാളുടെ കണ്ണ് മാത്രം ചൂഴ്ന്നാൽ മതിയായിരുന്നു. ഇത്രയും സ്ത്രീകൾ ഇമ്മാതിരി വസ്ത്രം മൂടി നടക്കേണ്ടുന്ന ഗതികേട് വരില്ലായിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യനുണ്ടായിരുന്ന വികാരത്തിന്റെ അതിപ്രസരം അല്ലെങ്കിൽ നിയന്ത്രണമില്ലായ്മ, അയാളുടെ ചുറ്റുപാടും നിൽക്കുന്ന എല്ലാവരും ഇക്കണക്കിന് കൊടത്തുണി മൂടണമെന്ന നിഗമനത്തിലേക്ക് അയാളെ കൊണ്ടെത്തിച്ചു. അത് ചുമക്കാൻ ഇന്നൊരു കൂട്ടം ജനവും ഇറങ്ങിത്തിരിച്ചു.
അവർക്ക് സ്വർഗത്തിലും ഇതേ കാമകേളികളെ തന്നെ കയറൂരി വിടുന്ന ഇടപാടാണ് ഉണ്ടാകുന്നതെന്ന് അടുപ്പിച്ചെടുക്കുമ്പോൾ സ്വർഗത്തിലത്തെ പരിപാടി ഇവിടെ നടത്താൻ അവർക്ക് ആവേശമുണ്ടാകുമെന്നും അതുകൊണ്ട് സ്ത്രീകൾ മൂടിക്കോളൂ മാറിക്കോളൂ എന്ന് പറയുന്ന ഫിലോസഫി തികച്ചും പ്രാകൃതമാണ് എന്നതിനെ നിങ്ങൾ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഈ വാക്യത്തെ എടുത്ത് അവിടെ പിടിപ്പിച്ചാൽ സെറ്റാവില്ല സലഭി. അത് താങ്കൾക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. തീർന്നില്ല. പാപം ചെയ്യുന്നതിന് നിന്റെ വലത്ത് കണ്ണ് കാരണമായി തീരുന്നു എങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ തള്ളപ്പെടുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. കണ്ണുകൊണ്ട് നീ അന്യ പെണ്ണിന് നോക്കാൻ കാരണമുണ്ടോ? ആ കണ്ണാണ് പിഴുത് ചൂഴ്ന്നാണ് വലിച്ചെറിഞ്ഞളാണ്. അങ്ങനെ കൂടാൻ പറഞ്ഞിട്ടുണ്ടോ? യന്ത്രിക്കാനാ പറയുന്നത്. ഈമാനോണ്ട് യന്ത്രിക്കാനാ പറയുന്നത്. ഒരു ചൂഞ്ഞെടുത്ത് പുറത്തേക്കാൻ വലിച്ചെറിഞ്ഞതാണ്. കാരണം എന്താ? ഒരു കണ്ണില്ലാതെ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഒറ്റ കണ്ണനായിട്ട് സ്വർഗത്തിൽ പോകലാണ്, എനിക്ക് ജീവിക്കലാണ്. തീർന്നില്ല. നിന്റെ വലത്ത് കൈ പാപം ചെയ്യാൻ കാരണമായി തീരുന്നുവെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനായി നരകത്തിൽ തള്ളപ്പെടുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽക്കുള്ള വചനങ്ങൾ. സുന്ദര, ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടല്ലേ പറയുന്നത്? നിന്റെ ജീവനെ നേടാൻ നിനക്ക് കണ്ണ് മെനകേട് വരുത്തുന്നെങ്കിൽ നിന്റെ കണ്ണ് ചൂഴ്ന്നു കളയാനാണ് പറയുന്നത്. ഇത് താങ്കളുടെ ഖുർആൻ പറയുന്നത് നേരെ തിരിച്ചാണ്. ഇയാൾക്ക് കണ്ണ് നിയന്ത്രിക്കാൻ ഇയാൾക്ക് കഴിയാത്തത് കൊണ്ട് നാട്ടിലെ എല്ലാ സ്ത്രീകളും കൊടത്തുണി കൊടുക്കണം. ഇതെന്ത് ഇടപാടാ സുഹൃത്തെ? എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് താങ്കൾ പറഞ്ഞ് ആൾക്കാരെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ബൈബിൾ മഹോന്നതമായ പുസ്തകമാണെന്ന് തന്നെയല്ലേ? താങ്കളുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ അധമമായ ഗ്രന്ഥമാണെന്ന് തന്നെയല്ലേ താങ്കൾ പറയാതെ പറഞ്ഞു വെക്കുന്നത്? എന്തിനാണ് ഈ മെനകേടിന് പോയത്? ഈ മെനകേടിന് പോകാതിരുന്നെങ്കിൽ അത്രയെങ്കിലും മിണ്ടാതിരിക്കില്ലായിരുന്നോ? വെറുതെ ഇരുന്നെടുത്ത് ചുണ്ണാമ്പിട്ട് പുണ്ണു പിടിച്ചതുപോലെ ആയില്ലേ സലബി? ഇതിന് പിടിച്ച വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആദ്യം ഗ്രന്ഥം തിരിച്ചറിയാൻ ശ്രമിക്കുക. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിന് വ്യാഖ്യാനം കൊടുക്കുന്നതാണ് നല്ലത്. പണ്ടേക്കാലം അല്ലിതെന്ന് തിരിച്ചറിയണം. പണ്ടേക്കാലം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾ, അവരെ കുഞ്ഞുകുട്ടികളായിരിക്കുമ്പോഴേ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മടത്തരങ്ങൾ മാത്രം അവർ കേൾക്കുന്നത് കൊണ്ട് അവകൾ ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാലം മാറിപ്പോയി സുഹൃത്തെ. ഇന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് സോഷ്യൽ മീഡിയ വഴി സമൂഹത്തിലെ ജനമാണ്. അവർ നിങ്ങൾ പറയുന്നതിനാണ് വില വെക്കുന്നത്, അല്ലാതെ തലയിൽ തുണിമൂടിയിരിക്കുന്ന നിങ്ങളുടെ സ്ഥാനത്തിനും മാനത്തിനും പവിത്രതയ്ക്കും ഒന്നുമല്ല. നിങ്ങൾ പറയുന്ന വാക്കുകളെയാണ് അവർ വിലയിരുത്തുന്നത്. അതിന് കൃത്യമായി ഉരുളയ്ക്കുപ്പേരി മറുപടി പറയാൻ സമൂഹത്തിൽ എല്ലാവരും തയ്യാറുമാണ്. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഇടംകൈ വലംകൈ അറിയാത്ത ജനത്തെ പോലെ നാട്ടിലെല്ലാവരും മിണ്ടാതിരുന്നു കൊള്ളും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് ബൈബിളിനെ കുറിച്ച് അബദ്ധമായി വ്യാഖ്യാനിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് ഇതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് കംപ്ലീറ്റ് പേരും കൊടത്തുണി മൂടി നടക്കാൻ പറയുന്നത് എന്ന് നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ നിങ്ങളൊരു മൂഢസ്വർഗത്തിലാണെന്ന വസ്തുത കൂടി നിങ്ങൾ തിരിച്ചറിയാൻ വിട്ടുപോകരുത്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് സ്വർഗത്തിൽ പോകാൻ നിന്റെ കണ്ണോ നിന്റെ കയ്യോ നിന്റെ കാലോ തടസ്സമാക്കുന്നു എങ്കിൽ നിന്റേത് വെട്ടിക്കളയാനാ പറഞ്ഞത്. അല്ലാതെ മറ്റുള്ളവരെ മുഴുവൻ, നിനക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി മറ്റുള്ളവരെ മുഴുവൻ അവരുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ച് അവരെ മുഴുവൻ തുണി മൂടിക്കാനല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. സായിപ്പിന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാൻ സാധ്യത കുറവാണ്. കാരണം തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാലേ മനസ്സിലാകാൻ സാധ്യതയുള്ളൂ. അങ്ങനെ നോക്കരുത്, അവിഹിതമായി നോക്കരുത് എന്നുള്ള കൺട്രോള് സ്ത്രീക്കും പുരുഷനും വരിഞ്ഞു മുറുക്കി സ്വാതന്ത്ര്യം കളഞ്ഞതാ. ഇത് മാനവികതയെ വളർത്തണമെന്നും സമൂഹത്തിൽ സംസ്കാരം വേണമെന്നും ആഗ്രഹിക്കുന്ന മതമുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ ഈ ചിന്ത ഉണ്ട്. അതിനായി പറയുന്നത്. അവരൊരുപാട് കൈക്രിയകൾ ഇതിലൊക്കെ നടത്തിയല്ലോ ബൈബിളിലൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിക്കോ ഈസാ നബിക്കോ ഇറക്കിയവരൊന്നല്ലല്ലോ എന്നുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് പോലും ഈ വരികളൊക്കെ ഇപ്പോഴും അതിൽ ഉണ്ട്. ഒരു കൈക്രിയയും ഇവിടെ ആരും നടത്തിയിട്ടില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ പുതിയ നിയമങ്ങളിൽ കൃത്യമായ കൈക്രിയ നടത്തിയത് മുഹമ്മദാണ്. യഹോവയായ ദൈവത്തെ തിരസ്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ നിഷേധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയും ഖുറൈശികളുടെ ഒരു ദൈവത്തെ
എടുത്ത് മുമ്പിലേക്ക് കാണിച്ചുകൊണ്ട് ഇതാണ് ദൈവം എന്ന് അവതരിപ്പിച്ചുകൊണ്ട് സ്വന്തം കയ്യിലിരിപ്പുകളെയും സ്വന്തം കൈക്രിയകളെയും സാധൂകരിക്കുന്ന തരത്തിൽ സ്വർഗത്തിൽ നിന്ന് ഏതാണ്ട് കിട്ടിയെന്ന് പറഞ്ഞ് ചുറ്റും നടന്നവരെ കളിപ്പിച്ചത് ചെയ്തത് താങ്കളുടെ നേതാവാണ്, അയാൾ ജീവിച്ചതുപോലെ ഇന്ന് കേരളത്തിൽ താങ്കൾക്ക് പോലും ജീവിക്കാൻ ഒക്കില്ല. താങ്കൾ ജീവിച്ചാൽ പോക്സോ കേസിലകത്താവും. അതുകൊണ്ട് കൂടുതൽ മാനവികതയൊന്നും താങ്കൾ ഇങ്ങോട്ട് ഊന്നിപ്പറയാൻ വേണ്ടി ശ്രമിക്കേണ്ട. കൂടുതൽ ഇവിടെ വൈറ്റ് വാഷിങ്ങിനൊന്നും താങ്കൾ ശ്രമിക്കുകയും വേണ്ട. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തെ മുഴുവൻ തിരിച്ചെഴുതിക്കൊണ്ട് യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനെയും ഏകസത്യദൈവത്തെയും മാറ്റിപ്പറഞ്ഞുകൊണ്ട് വ്യാജന്മാരെ അവതരിപ്പിച്ചുകൊണ്ട് വ്യാജ ഉപദേശങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വ്യാജ സ്വർഗവും സ്വർഗത്തിലെ ലൈംഗികതയും ജനത്തിന് വാഗ്ദാനം ചെയ്തുകൊണ്ട് താങ്കളുടെ മമ്മൂദാണ് ഇമാതിരി ഏടാകൂടം ചെയ്തത് എന്ന് താങ്കൾ പൊതുജനത്തിന്റെ മുമ്പിൽ മറയ്ക്കാൻ ശ്രമിക്കേണ്ട. നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. ഒട്ടകപ്പക്ഷി തല മണ്ണിൽ പൂഴ്ത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒട്ടകപ്പക്ഷിയുടെ വിചാരം നാട്ടുകാർ കാണുന്നില്ലെന്ന, തല മാത്രമേ മണ്ണിന്റെ അടിയിലുള്ളൂ, ബാക്കി മുഴുവൻ നാട്ടുകാർ കാണുന്നുണ്ട് എന്ന് സലഭി മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത സ്വാതന്ത്ര്യക്കേട് നോക്കിക്കോളി. തലമറക്കലല്ലേ ഇപ്പൊ വലിയ വിഷയം. തലമറക്കലിനെ പറ്റി എന്താ പറഞ്ഞത്? അത് ഒരു തലയിൽ തുറന്നിടുമ്പോഴേക്കാണ് പൊളിഞ്ഞു പോകുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. കേട്ടോളൂ. കൊരിന്ത്യർ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം. ശിരോവസ്ത്രം ധരിക്കാൻ വിസമ്മതിക്കുന്ന സ്ത്രീ മുടി മുറിച്ചു കളയട്ടെ. തലമറക്കാൻ വിസമ്മതിക്കുന്ന പെണ്ണ് മുടി മുറിച്ചാണ് കളഞ്ഞോട്ടെ, മൊട്ടയടിച്ച് നടന്നോട്ടെ എന്നാണ്. മുടി മുറിച്ചു കളയുന്നതോ തല മുണ്ടനം ചെയ്യുന്നതോ തനിക്ക് ലജ്ജാകരമെന്ന് ഒരു സ്ത്രീക്ക് തോന്നുന്നുവെങ്കിൽ അവൾ നിർബന്ധമായും ശിരോവസ്ത്രം ധരിക്കണം. തലമറക്കല് ഫർളാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്തോ പറ്റാൻ മൊട്ടടിച്ച് കളഞ്ഞതാണ്. മുടി പുറത്ത് കാണിക്കാൻ പാടില്ല. എന്നിട്ടാണ് ആ സ്കൂളിലെ മറ്റേ കുട്ടി തലയിൽ തട്ടിട്ട് വന്നപ്പോ പൊരി വെയിലത്തൊരു മണിക്കൂർ നിർത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇസ്ലാം സ്ത്രീ അങ്ങനെ വലിഞ്ഞു മുറുക്കിയതാ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ആരെയും വിമർശിക്കാനും മറ്റുള്ളവരെ മതത്തെ പരിഹസിക്കാനും ഒന്നുമല്ല. നിങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുന്നില്ലേ? ഇതൊക്കെ നിങ്ങളുടെയും വേദഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്ന് നമുക്കും പറയാൻ സാധിക്കണമെന്ന്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? മറ്റുള്ളവനിങ്ങനെ വർത്താനം പറയുമ്പോ നമ്മളും കുറച്ചൊക്കെ ഒരു പറയുന്നതിലും കാര്യമുണ്ട് പറയും. ആരും മാപ്പിളയും കുറച്ചൊക്കെ ഒരു പറയുന്നതിലും കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയുണ്ട് ഇതാക്കണോ? 2-3 മുടിന് പുറത്ത് കാണുമ്പോഴൊക്കെ ഇപ്പൊ പൊളിഞ്ഞു പോവോ? ഒരു പെൺകുട്ടി ചോദിച്ചിട്ടുണ്ട് ജാനയിലേക്ക് വരുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഉസ്താദ് ആൾക്കാരെ കബളിപ്പിക്കുന്നത് നോക്കി. ഇതാണ് ഇവന്മാരുടെ തന്ത്രം. ഇത് ഇവര് തന്നെ ഇവരുടെ മദ്രസകളിൽ നടത്തുന്ന തന്ത്രങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, കൊരിന്ത്യർക്ക് എഴുതിയ സുവിശേഷം എന്നാ പറഞ്ഞത്. സുവിശേഷം എന്താണ്, ലേഖനം എന്താണെന്ന് തിരിച്ചറിവില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അത് പോട്ടെ, തലയേത് വാലതെന്ന് തിരിച്ചറിയില്ലാത്ത ടീം ആയതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. 2, സ്ത്രീ തലയിൽ വസ്ത്രം ഇടുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ എന്ന് പൗലോസ് പറഞ്ഞു. ശരിയാണ്. നമുക്കത് എന്താ പറഞ്ഞതെന്ന് വായിച്ചു നോക്കാം. ബൈബിൾ ഇങ്ങനെ പറയുന്നത് 11-ാം അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 3 മുതൽ ഒന്ന് നോക്കാം. എന്നാൽ ഏതു പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതു പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. ശ്രദ്ധിക്കുക. മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതു പുരുഷനും തലയെ അപമാനിക്കുന്നു. ഈ വിദ്വാൻ തലയിൽ മൂടുപടട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിച്ചാൽ പരുവക്കേടാണേ, അവിടെ ഇരിക്കട്ടെ. അടുത്ത പദം, മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. ഇവിടെ പറയുന്ന പദം ശ്രദ്ധിക്കുക. പൗലോസ് ലീഗൻ ഇവിടെ പറയുന്നത് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ തലയിൽ മൂടുപടണം ഇടാൻ വന്നാണ്. അല്ലാതെ റോഡേ നടക്കുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും മീൻ മേടിക്കാൻ പോകുമ്പോഴും തലയിൽ തുണിയിടണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഈ പറയുന്നതിന്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. 2-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെ പുകഴ്ത്തുന്നു. ഇത് ഗൗരവമായി നിർബന്ധമായി നിങ്ങൾ ചെയ്തുകൊള്ളണം എന്നല്ല. ഞാൻ നിങ്ങളെ ഓർപ്പിച്ച പ്രമാണങ്ങൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച പാരമ്പര്യങ്ങൾ. പൗലോസ് തികഞ്ഞ ഒരു യഹൂദനാണ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് സ്ത്രീകളിൽ നടപ്പിലാക്കി വന്നിരുന്ന ഒരു കാര്യം പൗലോസിന് ഇഷ്ടപ്പെട്ടത്.
അത് പൗലോസ് സഭകളിൽ പറഞ്ഞു. അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഇത് ചെയ്താൽ കൊള്ളാം, നന്നായിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. നിർബന്ധമല്ല ഇവിടെ പറയുന്നത്. ആയിക്കോട്ടെ, ആയാൽ തന്നെ നിർബന്ധം എന്ന് പറയുന്നത് ഒറ്റക്കാര്യത്തിൽ മാത്രമാണ്. പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ സ്ത്രീ തലയിൽ തുണിയിടണം. പുരുഷൻ തലയിൽ തുണി ഇടുന്നു എങ്കിൽ അത് അപമാനമാണ്. ഇപ്പറഞ്ഞ സലബി ഒരു അപമാനമാണ് ബൈബിൾ അനുസരിച്ച്. അതിന് തലയിൽ തുണി ഇട്ടില്ലെങ്കിലും അപമാനം തന്നെ. അത് പോട്ടെ. ഇവിടെ പറഞ്ഞ അടുത്ത കാര്യം കണ്ടോ, സ്ത്രീ തലയിൽ തുണി ഇടുന്നില്ലെങ്കിൽ അപമാനമാണ്. എപ്പോ? സ്കൂളിൽ പോകുമ്പോഴല്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? റോഡിൽ നടക്കുമ്പോഴല്ല. എന്ന് പറഞ്ഞാൽ കാട്ടുകഴുകന്മാർ റോഡിലുണ്ട്, അതുകൊണ്ട് മൂടി നടന്നോ എന്ന അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞ കാര്യം വളരെ കൃത്യമായി തിരിച്ചറിയുക. പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ തലയിൽ തുണിയിട്ടോളാനാ. ഇനി ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇവരുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. കാരണം ഇവരുടെ മുമ്പിൽ വന്ന് കുനിഞ്ഞാൽ ഇവര് കാണുന്നത് വേറെ ഭാഗങ്ങളാണ്. ഉടനെ ഇവരുടെ പ്രാർത്ഥന വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇവർ കയ്യിന്ന് പോകാൻ സാധ്യതയുണ്ട്. ഇവരവിടെ വെച്ച് തന്നെ സ്വർഗം ആസ്വദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. സലബി, കച്ചവടം നല്ലതാണ്. അത് ഖുറാൻ വെച്ച് കച്ചവടം ചെയ്താൽ മതി. ബൈബിളിനെ എടുത്തു വെച്ചുകൊണ്ട് ഖുറാൻ ശരിയാണെന്ന് താങ്കൾ തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ ശരിയാണ് എന്ന് വ്യാഖ്യാനിക്കാനും ഒപ്പിക്കാനും ശ്രമിച്ചാൽ അത് പാളിപ്പോകും സുഹൃത്തെ. പണ്ട് മുഹമ്മദ് അത് ചെയ്തു, ആൾക്കാരെ ഒക്കെ പറ്റിച്ചു. പക്ഷേ ഇന്നതിനാവില്ല. ഇന്ന് സോഷ്യൽ മീഡിയ ശക്തമാണ്. ഇന്നിവിടുത്തെ സംവിധാനങ്ങൾ ഒരുപാട് വ്യക്തവും ശക്തവുമാണ്. ഇവിടെ ഈ ഏടാകൂടങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഈ പരിപ്പ് ഇവിടെ ഇട്ട് വേവിക്കാൻ ശ്രമിക്കണ്ട എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. ഇനി അടുത്തത് കേട്ടോളൂ. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 5-ാമത്തെ വചനം. പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ധരിക്കാൻ പാടില്ല. പുരുഷന്റെ വേഷം സ്ത്രീയോ സ്ത്രീയുടെ വേഷം പുരുഷനോ ധരിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരെ എല്ലാം നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവമായ യഹോവയ്ക്ക് അവരോടൊക്കെ വെറുപ്പാണ്. ചിലപ്പോ ഖുർആന്റെ ആയത്തല്ല ഞാൻ പറയുന്നത്. ഖുർആന്റെ ആയത്തെന്ന് പറയാൻ പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കുന്നത് യഹോവയ്ക്ക് വെറുപ്പെന്ന് പറഞ്ഞ വചനത്തിൽ നിന്ന് തന്നെയാണ് അള്ളാഹു പറഞ്ഞെന്ന വ്യാജേന നിങ്ങളുടെ മമ്മൂദ് കൊണ്ടിറക്കിയത് ഈ വാക്യം. അല്ലാതെ ഖുർആനിൽ വേറെ വരാൻ വകുപ്പൊന്നുമില്ല. ഇതിൽ നിന്ന് കുറച്ചെടുത്തു, അവിടെ നിന്ന് കുറച്ചെടുത്തു. അവരുടെ പ്രധാന ഉദ്ദേശമായ ക്രിസ്തുവിനെ തള്ളിക്കളയുക എന്ന ഏടാകൂടവും കൊണ്ടുവന്നു. പിന്നെ കൂടുതൽ ഉപദേശങ്ങൾ കക്കൂസിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം, തിരിച്ചിറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള യാതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് ഖുർആനിൽ ലഭ്യമല്ല സുഹൃത്തെ. അത് മുഹമ്മദ് പറഞ്ഞ യാതൊരു വാക്യങ്ങളിലും ലഭ്യമല്ല. നരകത്തിൽ പോകാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഖുർആൻ വായിച്ചാൽ മതിയാകും. അതനുസരിച്ച് ജീവിച്ചാൽ മതിയാകും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നരകത്തിൽ ചെല്ലാം. സ്വർഗരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ പത്രോസ് പറഞ്ഞതുപോലെ മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ലേ ഇല്ല. മറ്റാര് പറഞ്ഞത് കേട്ട് ജീവിച്ചാലും നിത്യമായ നരകത്തിൽ തന്നെ പോകും. കർത്താവായ യേശുക്രിസ്തുവിനെ, ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയാത്ത ഒരുത്തനും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയില്ല സുഹൃത്തെ. അല്ലാതെ തുണിമൂടി നടന്നത് കൊണ്ടോ കക്കൂസിൽ കുറെ നിയമങ്ങൾ പാലിച്ചത് കൊണ്ടോ ഒന്നും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട. ശരീരശുദ്ധി വരുത്തുന്നത് നല്ലതാണ്, പക്ഷേ അവകൾ കൊണ്ട് മറ്റു വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ബൈബിളിൽ എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ അപ്രകാരം പറഞ്ഞിരിക്കുന്നത്? പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുതെന്ന്. ഇത് കണ്ടാൽ തിരിച്ചറിയേണ്ട ഇത് ഏതാണെന്ന്. ഇപ്പൊ എന്നോട് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സലബി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്, വേറൊരു പെണ്ണും പിള്ളയും അവിടെ നിൽക്കുകയാണ്. ഇതിൽ ഏതാണ് പെണ്ണ് ഏതാണ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. തിരിഞ്ഞ് മോന്തായം ഒന്ന് കാണിച്ചാൽ മുഖത്തിൽ കാണുന്ന കുറെ രോമങ്ങൾ കൊണ്ടല്ലാതെ ആണേത് പെണ്ണേതെന്ന് തിരിച്ചറിയാൻ താങ്കളുടെ കൂട്ടത്തിൽ ഈ പറയുന്ന വേഷം ധരിച്ചു നിന്നാൽ എങ്ങനെയാ സുഹൃത്തെ തിരിച്ചറിയാൻ കഴിയുക? അപ്പൊ ആണിന്റെ വസ്ത്രം ആണും പെണ്ണിന്റെ വസ്ത്രം പെണ്ണും ധരിക്കണമെന്ന് ബൈബിൾ പറഞ്ഞുവെങ്കിൽ ആണിനെയും പെണ്ണിനെയും സമൂഹത്തിന് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതിൽ പരം അവിടെ വേറൊന്നുമില്ല. യഹോവയ്ക്ക് വെറുപ്പുള്ളത് ഈ തലയിൽ തുണിയിട്ട് നടക്കുന്ന ഈ ടീമുകളെ തന്നെയാണ്. കാര്യം ഗ്രഹിച്ചു കാണും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇനി ബൈബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ പറയാം. സ്ത്രീയുടെ വേഷത്തെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്. തീമത്യോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും തങ്ങളെ അലങ്കരിക്കണം. യോഗ്യമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ മാന്യതയുള്ള വസ്ത്രം. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു.
സ്ത്രീ ശരീരത്തിൽ മനുഷ്യന് അല്ലെങ്കിൽ പുരുഷന് നോട്ടത്തിൽ തന്നെ വികാരം ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ സ്ത്രീക്ക് നന്നായിട്ട് അറിയാം. അവകൾ മറയ്ക്കേണ്ടതുപോലെ മറയ്ക്കുക എന്നത് തന്നെയാണ് യോഗ്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മൊത്തം വസ്ത്രം ധരിച്ചതിന് ശേഷം തലതൊട്ടടിയോളം കൊടത്തുണി അടിച്ച് നടന്ന് പുരുഷന്മാരുടെ വികാരത്തിന് പാത്രമാകാതെ ജീവിക്കണം എന്നൊന്നുമല്ല. സ്ത്രീ പുരുഷനെ പോലെ തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടുന്ന അർഹതയുള്ള ഒരു വിഭാഗം തന്നെയാണ്. സ്ത്രീ മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് പുരുഷന് വികാരം കൂടുതലാണെങ്കിൽ അവൻ കണ്ണു ചൂഴ്ന്നു കളയട്ടെ. അവൻ എന്തിനാണ് സ്ത്രീയെ ഇത്തരത്തിൽ മൂടി നടത്തിക്കുന്നത്? വികാരം നിയന്ത്രിക്കാൻ കഴിയുന്നുള്ളവൻ രണ്ട് കണ്ണും വെച്ച് നടക്കട്ടെ. വികാരം നിയന്ത്രിക്കാൻ കഴിയാത്തവനുണ്ടെങ്കിൽ കണ്ണു ചൂഴ്ന്നു കളയട്ടെ. കാര്യം പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞത് സ്ത്രീയെ ഇകഴ്ത്തിക്കെട്ടാനാണെന്നും സ്ത്രീയെ വാരി മൂടാനാണെന്നും പറഞ്ഞാൽ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫൂളിഷ്നെസ്. മനുഷ്യനെ വഴിതെറ്റിക്കുന്ന, വഴി പിഴപ്പിക്കുന്ന സലഭി ഉപദേശമാണത്. ആ ഉപദേശങ്ങൾ കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതിനു വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കേണ്ട, അതിവിടെ വേവില്ല. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്കൾ പറഞ്ഞ 3 കഥകളും വെറും പറ്റിക്കലാണ്. അവകൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. സ്ത്രീക്ക് മാന്യമായി വസ്ത്രം ധരിക്കാനും സ്ത്രീക്ക് മാന്യമായി ജീവിക്കുവാനും ബൈബിൾ അവസരം നൽകുന്നുണ്ട്. സ്ത്രീക്കും രക്ഷ ഒരുപോലെ തന്നെയാണ്. സ്വർഗരാജ്യത്തിൽ സ്ത്രീക്കും പൗരത്വം ഒരുപോലെ തന്നെയാണ്. അല്ലാതെ ഇസ്ലാം പറയുന്നത് പോലെ സ്ത്രീക്കും അവിടെ പുരുഷന്റെ ശരീര ഉല്ലാസത്തിന് പാത്രമാവുക, പുരുഷനും ഇവിടെയും അത് തന്നെയാണ് ഇടപാട്. അത്തരത്തിൽ സ്ത്രീയെ 2ാം കിടയായിട്ടല്ല ബൈബിൾ പരാമർശിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് കാരണമായി തീർന്നതും ഒരു സ്ത്രീ തന്നെയാണ്. ഹവ്വ ജനിച്ചു വരുന്നത് വരെ മനുഷ്യ സമൂഹം ഒരു പെർഫെക്ഷനിലെത്തിയിരുന്നില്ല എന്ന് ബൈബിൾ തന്നെ പറയുന്നു. അതുകൊണ്ട് സ്ത്രീക്ക് അർഹതപ്പെട്ട മൂല്യവും മാന്യതയും സ്വർഗത്തിലും ഭൂമിയിലും ഒക്കെ നൽകുന്നത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകവും ക്രിസ്തുവും എല്ലാം. പക്ഷേ മുഹമ്മദിന്റെ മതവും അപ്രകാരമല്ല. സ്ത്രീയെ ഒരു ഭോഗവസ്തുവായി മാത്രം ഭൂമിയിലും സ്വർഗത്തിലും കാണുന്ന ഈ ശപിക്കപ്പെട്ട പൈശാചികമായ സംവിധാനം എന്താണെന്ന് തിരിച്ചറിയുവാനും ജനം അതിൽ നിന്ന് രക്ഷപ്പെട്ട് കർത്താവിന്റെ ഭാഗത്തെത്തുവാനും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.